ഹായ്, രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 3-ാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും. ആദ്യമേ ഇതിൻ്റെ 2 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയും കൂടെ കാണാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9-നാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം നൽകിയിരുന്നു. 296 അംഗങ്ങളെ ബ്രിട്ടീഷ് പ്രവിശ്യകൾക്കും 93 അംഗങ്ങളെ നാട്ടുരാജ്യങ്ങൾക്കുമായിട്ട് മാറ്റിവെച്ചു. 15 വനിതകൾക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗത്വം ലഭിച്ചിരുന്നു. അവരിൽ കേരളത്തിൽ നിന്നുള്ളവർ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നേതൃത്വം നൽകിയത് നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനുണ്ടായിരുന്ന കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, TT കൃഷ്ണമാചാരി തുടങ്ങിയവരായിരുന്നു. 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഓർത്തുവെക്കുക, നമ്മുടെ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ചിലതിൽ നമ്മൾ 18 ദിവസം എന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണല്ലോ നമ്മുടെ പ്രൂഫ്, അതുകൊണ്ട് 17 ദിവസം എന്നുള്ളത് പഠിച്ചാൽ മതി. ഇതിനിടയിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ 11 പ്രാവശ്യമാണ് സമ്മേളിച്ചത്. അതിൽ 165 ദിവസം പൂർണ്ണമായിട്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കരട് തയ്യാറാക്കിയ ഭരണഘടനയിൽ 315 വകുപ്പുകളും 13 പട്ടികകളും ഉണ്ടായിരുന്നു. കരട് ഭരണഘടനയ്ക്ക് 7000-ൽ പരം ഭേദഗതികൾ, അതായത് മാറ്റങ്ങൾ നടത്താനുള്ള നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ആശയപ്രകടനത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-ന് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. അത്രമാത്രം അത് വാല്യൂ ഉള്ളതാണ്. അത് മാത്രമല്ല, ലോകത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യം മുറുകെ പിടിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ ആശയങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭാഗത്തുനിന്ന് നമ്മളടുത്ത് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? അതായത് ആശയ ഭൂപടം പൂർത്തിയാക്കാനായിരിക്കും തരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ: ആശയ ഭൂപടം പൂർത്തിയാക്കുക. അപ്പോൾ ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. ഇനി നിർമ്മാണ കാലയളവ് ചോദിച്ചാൽ 2 വർഷം 11 മാസം 17 ദിവസം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇനി നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26-ന്. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. ഇനി ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്ന 1949 നവംബർ 26. അപ്പോൾ ഈ നവംബർ 26-ൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് നിയമദിനമാണ്. അതുമാത്രമല്ല, അന്ന് ഭരണഘടനാ ദിനവുമാണ്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് മാറിയത്? ഭരണഘടന അംഗീകരിച്ചത്, അതുപോലെ തന്നെ അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ് 1949 നവംബർ 26-നാണ്.
ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ സ്ഥിരം അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പി, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്.